അപ്പം ഇന്നും ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണേ. അടുത്ത് തന്നെയുള്ളൊരു മോളിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് നിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ എന്നും പറഞ്ഞ് എന്നെ അങ്ങ് വിട്ട്. ഞാനിവിടെ ഡ്രസ്സ് എടുക്കണോ ചെരുപ്പ് എടുക്കണോ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഇവിടെ പറ്റിയ ഡ്രസ്സൊന്നുമില്ല. ഒരു മുസ്ലിം കൺട്രി ആയതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കുറച്ച് കളക്ഷൻസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിട്ടിയ ചാൻസ് കളയാതിരിക്കാൻ ഞാനൊരു കോട്ട് സെറ്റ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ മാളിൽ നിന്നൊരു ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം വാങ്ങിച്ച് രണ്ടുപേരും കൂടെ തല്ലിട്ട് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത് കേട്ടോ. ഇവിടെ പിന്നെ ഒരു മോളിൽ പോയാലും ഷോപ്പിൽ പോയാലും റെസ്റ്റോറൻറ്റിൽ പോയാലും എവിടെ പോയാലും മലയാളികളുണ്ടാവും. അവരിങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മലയാളത്തിൽ ഇങ്ങോട്ട് ചോദിക്കും എന്താ വേണ്ടതെന്ന്. എനിക്കൊരു ഐസ്ക്രീം മാത്രം മതി എന്നും പറഞ്ഞ് കയറിയ ഞാൻ ഫലോഡയും ഷേക്കും 2 ഷവർമയും പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒരു മ്ലാനത ആ മുഖത്ത് കാണാനുണ്ട്. ഇനി നിൻ്റെ ബർത്ത്ഡേ അടുത്ത വർഷമല്ലേ ഉള്ളൂ, സമാധാനം എന്നും പറഞ്ഞ് എൻ്റെ കെട്ടിയവൻ എന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോന്നു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. കഴിഞ്ഞിട്ടില്ല, റൂമിൽ ചെന്ന് കപ്സും ഷവായും കൂടെ വെട്ടി വിഴുങ്ങിയിട്ടാണ് ബർത്ത്ഡേ ആഘോഷം എൻഡ് ചെയ്തത്. അപ്പോൾ ശരി.